രാവിലെ ഏതായാലും 8ന്റെ പണിയൊക്കെ കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ചൂര. ഫ്രഷ് ചൂര കണ്ടപ്പോൾ പിന്നെ വാങ്ങിക്കാതെ എങ്ങനെ പോരാൻ പറ്റുക. അങ്ങനെ ഏട്ടൻ ചൂര വാങ്ങി, അതൊക്കെ വൃത്തിയാക്കി. അതിൻ്റെ ഇടയിൽ ഇവിടെ പഠിത്തവും നടക്കുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ നിന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറച്ചായിട്ട് മാറ്റി വെച്ചു. ഒരു വലിയ ചൂര കുറച്ചായിട്ട് മാറ്റി വെക്കണ്ടേ. അങ്ങനെ ഇതേ ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫിഷ് മോളി ഇത് വെച്ചിട്ടല്ല, എന്നാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ചോറിന് വെള്ളം വെച്ചു. ബാക്കിയുള്ള നല്ല കഷ്ണം വെച്ചിട്ട് മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊരിക്കാനുള്ളത് മസാല തേച്ച്, എല്ലാം മസാല തേച്ച്, കഷ്ണം മുള്ളധികം ഇല്ലാത്ത കഷ്ണങ്ങളാണ് എടുത്ത് വെച്ചത് കേട്ടോ. അതേ ഇവിടെ മാറ്റി വെച്ചു. ഇനി ഇതെല്ലാം പാത്രത്തിലാക്കി സെപ്പറേറ്റ് ഓരോ ദിവസത്തേക്കുള്ളത് മാറ്റി വെക്കാം. അങ്ങനെ ഇത് 2 പാത്രത്തിൽ പൊരിക്കാനുള്ളത് മാറ്റി വെച്ചു. പിന്നെ അതേ ഫിഷ് മോളിക്കുള്ളതും എടുത്തു വെച്ചിട്ടുണ്ട്. അത് നേരെ ഫ്രീസറിലേക്ക് വെക്കാം. ഇനി ചോറ് ഏകദേശം തിളച്ചതാട്ടോ. ഇനി റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം. അങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. ഇനി കറീൻ്റെ പരിപാടിയിലേക്കാണ്. അപ്പോൾ ഇതേ മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൂരയുടെ കുറച്ച് മുള്ളൊക്കെ ഉള്ള ഭാഗം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മസാലക്കറി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ക്യാബേജ് ആയിരുന്നു. മീൻ കറി അപ്പോഴത്തേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി അടുത്തത് തല വെച്ചിട്ട് തലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിറ്റേന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ തലക്കറി കഴിച്ചപ്പോൾ പിന്നെ അന്ന് തന്നെ എടുത്ത് കൂട്ടി തീർത്തു വിട്ടു. അപ്പോൾ തലക്കറിക്കുള്ള തലയും പിന്നെ മുള്ളിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ, അതൊക്കെയാണ് തലക്കറിക്ക് എടുത്തത്. തലക്കറി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പോഴേ ആ സമയം കൊണ്ട് നമ്മൾ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മാങ്ങ കിട്ടിയപ്പോൾ പിന്നെ അത് വെറുതെ ഉപ്പും വെളിച്ചെണ്ണയും ഇട്ട് കഴിക്കാം, മുളകും ഇട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് അതും അരിഞ്ഞു വെച്ചു. അങ്ങനെ അതായത് നമ്മൾ ചോറും കഴിച്ചു. വൈകിട്ടത്തെ T20യും കണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.